ഓം ശാന്തി. ഇത് 2025 വർഷമാണല്ലോ. നമ്മൾ 9ാം മാസത്തിൽ സെപ്റ്റംബർ മാസത്തിലാണ്. 9/9/9 എന്നൊരു ഡേറ്റ്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആയിരുന്നു. പക്ഷേ 9/9/9 ഡേറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും 9ാമത്തെ മാസത്തിൽ രാവിലെ 9 മണിക്കോ വൈകുന്നേരം 9 മണിക്കോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായ കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് 9/9/9 എന്നുള്ളതായിട്ടുള്ള മാജിക് നമ്പറിൽ വന്നു ചേരും. 9 മണി 9ാമത്തെ മാസം 2025 എന്നുള്ളത് 2-2-4 5-4-9. ഇനി ഇത് മൂന്നും കൂടെ കൂട്ടിയാലും 27 7 + 2 9. അപ്പോൾ 9 എന്നത് ഒരു പൂർണ്ണതയുടെ നമ്പറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ സെപ്റ്റംബർ മാസം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാവുന്നൊരു ടെക്നിക്കാണ്. പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ രാത്രി 9 മണിക്ക് റെഗുലറായിട്ട് 9 ദിവസം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം സിസ്റ്റർ പറയട്ടെ, ഞാൻ ആദ്യമേ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഏതൊരു കാര്യവും മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു റിച്വൽ ആണെങ്കിലും ഏതൊരു കർമ്മമാണെങ്കിലും ആ കർമ്മത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ വൈബ്രേഷനുമാണ്. ഈ കൈകൾ കൊണ്ടല്ല ഒരു കാര്യവും ലൈഫിൽ നേടുന്നത്, ഇവിടം കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യവും ജീവിതത്തിൽ നേടുന്നത്. ഞാൻ മഹാഭാരതത്തിലൊരു സിറ്റുവേഷൻ ഓർത്തു പോവുകയാണ്. അന്തിമ യുദ്ധം ദുര്യോധനനും ഭീമനും തമ്മിലുള്ളതായിരിക്കുന്ന ഗദായുദ്ധത്തിൻ്റെ സമയം വരുമ്പോൾ ആ യുദ്ധത്തിൻ്റെ തലേന്ന് ഈ ഗദയെ നന്നായിട്ട് ഉരുക്കി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീമൻ. അപ്പോൾ പാഞ്ചാലി ചോദിക്കും, നാളെ യുദ്ധത്തിൽ ജയിക്കാൻ ഈ ഗദയുടെ ശക്തിയായിരിക്കുമല്ലേ ആര്യപുത്ര സഹായിക്കുന്നത് എന്ന്. അപ്പോൾ ഭീമൻ പറയും, തീർച്ചയായിട്ടും ഈ ഗദ കൊണ്ട് ഒരു അടി അടിച്ചാൽ അവൻ്റെ തല പിളർക്കാൻ എനിക്ക് പറ്റും, അത്ര ശക്തമാക്കണം ഇതിനെയെന്ന്. അപ്പോൾ പറയും, അങ്ങനെയല്ല, വാസ്തവത്തിൽ ഗദയ്ക്കല്ല ശക്തി, ശരിക്കും പറഞ്ഞാൽ അങ്ങയ്ക്കാണ് ശക്തി എന്ന് പറയും. അപ്പോൾ പറയും, കാര്യം ശരിയാ, ഗദയ്ക്കല്ല ശക്തി, എൻ്റെ കൈകളിൽ കരുത്തുകൊണ്ട് വേണം ഈ ഗദ കൊണ്ട് അവനെ അടിച്ച് റെഡിയാക്കാൻ എന്ന് പറയും. അപ്പോൾ പറയും, അങ്ങയുടെ കൈകൾക്കുമല്ല ശക്തി, ശക്തി അങ്ങയുടെ മനസ്സിലാണ്. അങ്ങയുടെ ചലനത്തിൻ്റെ ഓരോ ഏകാഗ്രവും സൂക്ഷ്മവുമായിരിക്കുന്ന ചലനത്തിൻ്റെ ശക്തിയും ശരീരത്തിൻ്റെ ശക്തിയും ഗദയുടെ ശക്തിയും കൂടിച്ചേരുമ്പോഴാണ് അങ്ങ് ഈ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി പോകുന്നത് എന്ന്. ഇത് ജീവിതത്തിൻ്റെ പാഠമാണ്. ലൈഫിൽ ഏതൊക്കെ റിച്വൽസ് നിങ്ങൾ ചെയ്യുമ്പോഴും ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒന്ന് നമ്മുടെ ഭാവന, അതായത് ഈ കാര്യം ഞാൻ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കാം. മറ്റൊന്ന് ആ കാര്യത്തുള്ളതായിട്ടുള്ള വിശ്വാസം. വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് എന്തും ലൈഫിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഒരു സാധനവും വേണമെന്നില്ല. എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ എനിക്കത് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തി വേണം. മൂന്നാമത് ആ കാര്യം ചെയ്യുമ്പോൾ ഉള്ളതായിരിക്കുന്ന കൃത്യനിഷ്ഠ, അതും അനിവാര്യമാണ്. ഒപ്പത്തിനൊപ്പം നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ശാന്തമാക്കുകയും, നമ്മൾ പ്രത്യേക ഒരു വ്രതമൊക്കെ എടുക്കുന്ന സന്ദർഭത്തിൽ, ഇപ്പോൾ മലയ്ക്ക് പോകാനായിട്ട് വ്രതം എടുക്കുകയാണ്, അതല്ലെങ്കിൽ വേറെ ഏതൊരു കാര്യത്തിന് വേണ്ടി പഠിക്കുകയാണ്, സ്കൂളിൽ പരീക്ഷയുടെ സമയമാണ് അതിനു വേണ്ടി പഠിക്കുകയാണ്, ലൈഫിൽ പ്രത്യേക ഒരു ലക്ഷ്യം നേടാൻ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങൾ വന്നാലും, പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി സുഖമില്ലാതെ കിടക്കുകയാണ്, പരീക്ഷയാണ്, ആ പരീക്ഷ പാസ്സായില്ലെങ്കിൽ അവളുടെ ലൈഫ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സ്ട്രെച്ചറിൽ കൊണ്ടുപോയിട്ട് അവരുടെ കോളേജിൻ്റെ താഴെ സ്ട്രെച്ചറിൽ കിടന്നിട്ട് ആ കുട്ടി പറഞ്ഞു കൊടുത്ത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ പാസ്സായിട്ട് വലിയ പരീക്ഷ പാസ്സായ കുട്ടിയുടെ അനുഭവം വരെ എനിക്കറിയാം. അപ്പോൾ ജീവിതത്തിൽ ലക്ഷ്യം നേടാനുള്ളതായിട്ടുള്ള യാത്രയിൽ ആദ്യം പാകപ്പെടേണ്ടത് നമ്മുടെ മനസ്സാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മൾ ഏതൊരു സ്വപ്നത്തിന് വേണ്ടിയും നമ്മൾ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്തൊക്കെ തന്നെ ചോദിക്കുമ്പോഴും നമ്മുടെ ക്വാളിറ്റി പെർഫെക്റ്റ് ആകുമ്പോഴാണ് ആ ഡ്രീം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പുറത്ത് എന്തൊക്കെ നിങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലെത്രയോ ഉപരിയായിക്കൊണ്ട് നമ്മുടെ അകത്ത് നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ. അതായത് നമ്മുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ആ മെഡിറ്റേഷൻ, എൻ്റെ ലൈഫ് സ്റ്റൈലാണ് എൻ്റെ ഉള്ളിലേക്ക് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുന്നത്. കർമ്മങ്ങളാണല്ലോ ഊർജ്ജമുണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിരാവിലെ ഉണർന്ന് ഭഗവാനെ ഓർമ്മിക്കാനും, രാവിലത്തെ മെഡിറ്റേഷൻ, രാത്രി ഉറങ്ങും മുന്നുള്ള മെഡിറ്റേഷൻ, സാധിക്കുമെങ്കിൽ സന്ധ്യാസമയത്തെ മെഡിറ്റേഷൻ, ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ ഓർമ്മ, നമ്മുടെ ആഹാരശുദ്ധി, വ്യവഹാരത്തിൻ്റെ ശുദ്ധി, ഇതൊക്കെ തന്നെ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് ഏതൊരു ഡ്രീമും അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള കാര്യമാണ്.
പക്ഷെ അതിൻ്റെ ഒക്കെ ഒപ്പം തന്നെ നമ്മൾ പറയുമല്ലോ, പൊന്നും കുടത്തിനൊരു പൊട്ട് എന്ന് പറയും പോലെ നിങ്ങളുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന എല്ലാ ശക്തികളെയും ഊർജ്ജങ്ങളെയും ഒന്നിച്ചാവാഹിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പ്രത്യേകമായ കാര്യം കൂടെ ചെയ്യുമ്പോൾ അതിലേക്ക് പൂർണ്ണമായിട്ടുള്ള ഊർജ്ജം ആവാഹിക്കപ്പെടുകയും അത് വളരെ വേഗം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് 9-9-9 എന്നതായിരിക്കുന്ന ഒരു മെത്തേഡ്, അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ആഗ്രഹം വേണമെങ്കിൽ അതിലെഴുതാം, നിങ്ങൾക്ക് കോടികളുടെ സമ്പത്ത് വേണമെങ്കിൽ അതിലെഴുതാം, അതല്ല നിങ്ങൾക്കൊരു കാറ് വാങ്ങണമെങ്കിൽ അതിലെഴുതാം, ഇതുമല്ല നല്ല ആരോഗ്യം വേണമെങ്കിൽ എഴുതാം. ഇതൊന്നുമല്ല, ആധ്യാത്മികമായിട്ട് ഉയർച്ചയിൽ ഈശ്വര സമാനനാകും പോലെ ശക്തിശാലിയായിരിക്കുന്ന ആത്മാവാകാനുള്ള വഴിയും അതിനുള്ള ശക്തിയും എനിക്ക് തെളിഞ്ഞു വരണം എന്നാണെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാം. എൻ്റെ അനുഭവത്തിൽ ഈ ലോകത്ത് മറ്റെല്ലാം നേടിയിട്ടും ഈശ്വരനെ അറിയാൻ സാധിച്ചില്ല എങ്കിൽ, സ്വയം അവനവനെ അറിയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ എന്ത് നേടിയിട്ടും അതിന് അല്പമായിട്ടുള്ള അല്പകാല സുഖം മാത്രമേ അതാവുള്ളൂ. ഈ സുഖത്തിൻ്റെ കൂടെയാണ് മറ്റെല്ലാമെങ്കിൽ അത് നിങ്ങൾക്ക് സദാകാല സുഖത്തിൻ്റെ ആനന്ദം അനുഭവം തരുന്നതായിരിക്കും. അതുകൊണ്ട് ആദ്യം അവനവനെ അറിയാൻ നോക്കണം, അവനവനുള്ള ശക്തി നിറയ്ക്കാൻ നോക്കണം, ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആവാൻ നോക്കണം, ആ ഊർജ്ജത്തെ നമ്മളിലേക്ക് ആവാഹിക്കാൻ നോക്കണം. അതാണ് ഞാൻ മെഡിറ്റേഷൻ എന്ന് എല്ലാ വീഡിയോസിലും പറയാൻ കാരണം. അതുകൊണ്ട് മെഡിറ്റേഷൻ രാവിലെയും രാത്രി ഉറങ്ങാൻ നേരത്തും രാവിലെ ഉണർന്ന ഉടനെയുള്ളതായിട്ടുള്ള മെഡിറ്റേഷൻ ഒരു മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായിരിക്കുന്ന ഉന്നമനത്തിന് അടിത്തറയായിട്ടുള്ള കാര്യമാണ്. ഒപ്പം സത്സംഗം പറ്റുമെങ്കിൽ സത്സംഗം, നിങ്ങളെ ഒരുപാട് ദൂരത്താണ്, വിദേശങ്ങളാണ്, പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഓൺലൈനിൽ പഠിക്കാനുള്ളതായിട്ടുള്ള സംവിധാനമുണ്ട്. അങ്ങനെ നിങ്ങൾ പഠിച്ചോളൂ. എല്ലാ ദിവസവും പോസിറ്റീവായിരിക്കുന്ന സങ്കല്പം നമ്മുടെ മനസ്സിന് കൊടുത്തുകൊണ്ട് ഇതിലെ സംഘർഷങ്ങളെയും വ്യർത്ഥതേനെയും ഒഴിവാക്കിക്കൊണ്ട് പവർഫുള്ളാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് ആ റിച്വലിനെ കുറിച്ച് പറഞ്ഞുതരാണ്. 9-9-9 എന്നതായിരിക്കുന്ന ഈ റിച്വൽ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഒരു പേപ്പർ എടുക്കുക, വൈറ്റ് പേപ്പർ, അതിന് 9 കഷ്ണങ്ങളാക്കി മുറിക്കുക. 9 കഷ്ണങ്ങളാക്കി മുറിക്കുക. അത് കൃത്യമായിട്ടെല്ലാം ഒരേ അളവ് വേണമെന്നൊന്നുമില്ല, കുറച്ച് കൂടുതൽ ചെറുതും വലുതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കുഴപ്പമൊന്നുമില്ല. 9 പേപ്പർ പീസ് തയ്യാറാക്കി വെക്കുക. അത് കഴിഞ്ഞ ശേഷം ഈ പേപ്പർ, നൂല്, പെന്ന് ഇതൊക്കെ അടുത്തടുത്ത് കൊണ്ടുവച്ചിരുന്ന ശേഷം സ്വസ്ഥമായിട്ട് അരമണിക്കൂർ സമയം മെഡിറ്റേഷൻ ചെയ്യാം. അരമണിക്കൂർ സമയം മെഡിറ്റേഷന് ശേഷം നിങ്ങൾ ഭഗവാന്റെ എനർജി എടുത്തു, ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ഊർജ്ജം നമ്മളിലേക്ക് വന്നു. നമ്മൾ ആ ഊർജ്ജം കൊണ്ട് പ്രഭാമണ്ഡലം തീർത്തുകൊണ്ട് ഈ മുറിയിലുള്ളിൽ മുഴുവൻ, നമ്മളിരിക്കുന്ന ആ ഒരു മുറി മുഴുവൻ ഈശ്വരൻ്റെ പ്രകാശം കൊണ്ട് നിറഞ്ഞ് ബ്ലെസ്ഡായിട്ട് മാറി. ഈ കാര്യം നിങ്ങളുടെ ഡ്രീം എന്താണെങ്കിലും വേഗത്തിൽ നിങ്ങൾക്ക് നടക്കാൻ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ ഹാജരായി എന്ന് സങ്കല്പിക്കുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിന് ചുരുങ്ങിയ വാക്കുകളിൽ ആ ഒരു പേപ്പറിൽ എഴുതുക. ഒരു പേപ്പറിൽ എഴുതിയ ശേഷം ഒരു കഷ്ണം നൂലെടുത്തിട്ട് ആ പേപ്പറിന് ഇങ്ങനെ ചുരുട്ടി, നമ്മൾ ഒന്നുകിൽ മടക്കിയിട്ട് അല്ലെങ്കിൽ ചുരുട്ടിയിട്ട് കുഴൽ പോലെയൊക്കെ ആക്കുമല്ലോ, എന്നിട്ട് അതിനെ പേപ്പർ കൊണ്ട് കെട്ടുക. അത് കഴിഞ്ഞ ശേഷം വീണ്ടും എങ്ങനെ എഴുതണം എന്ന് വെച്ചാൽ, നടക്കാൻ വേണ്ടി എനിക്ക് നടത്തി തരണം എന്ന് എഴുതരുത്, ഈ കാര്യം നടത്തി കിട്ടിയതിലും. ഇപ്പോൾ നടന്നു പൂർണ്ണമായതിൻ്റെ ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ഭൂതകാലത്തിൽ, അഥവാ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ കഴിഞ്ഞു, നടന്നു എന്നുള്ള രീതിയിലാണ് അത് എഴുതേണ്ടത്. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണ്, എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവതിയായി. എനിക്കൊരു 50,000 രൂപ വേണമായിരുന്നു, എനിക്ക് 50,000 രൂപ കിട്ടി. ഈ രീതിയിൽ എന്താണോ നിങ്ങളുടെ ഡ്രീം, ആ ഡ്രീമിനെ അതിലെഴുതിക്കോളൂ. അതെഴുതി കഴിഞ്ഞ ശേഷം ആ നൂലെടുത്തിട്ട് 9 കെട്ട് അതുമ്പോൾ കെട്ടണം. ചുവന്ന നൂല് കൊണ്ട് ഓരോ പ്രാവശ്യം കെട്ടുമ്പോഴും താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് 9 തവണ അതിനെ കെട്ട്. അത് കഴിഞ്ഞ ശേഷം അത് വയ്ക്കുക. വീണ്ടും വിഷ്വൽ ചെയ്യുക. ഈ കാര്യം നടന്നു കിട്ടിയാൽ നിങ്ങൾ എത്രമാത്രം ആനന്ദിക്കോ ആ ആനന്ദത്തിന് അനുഭവിക്കുക. എഗെയിൻ രണ്ടാമത്തെ പേപ്പർ എടുക്കുക, അതിലെഴുതുക, വീണ്ടും ചുരുട്ടെ മടക്കുക ചെയ്തുകൊണ്ട് വീണ്ടും എഗെയിൻ 9 കെട്ട്. പ്രോസസ് ദ സെയിം. എഴുതുമ്പോൾ പ്രസൻറ്റ്, എനിക്കത് കിട്ടി എന്നുള്ളതായിരിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അഥവാ പൂർണ്ണഭൂതകാലത്ത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എനിക്കത് കിട്ടി, താങ്ക് യു, എനിക്ക് നടന്നു കിട്ടി, താങ്ക് യു, ഞാൻ ആരോഗ്യവതിയായി, താങ്ക് യു, എനിക്ക് നല്ല റിലേഷനായി, താങ്ക് യു, എനിക്ക് ഇഷ്ടം പോലെ പൈസ വന്നു, താങ്ക് യു. ഇഷ്ടം പോലെ മീൻസ് നിങ്ങളൊരു എമൗണ്ട് ഫിക്സ് ചെയ്യണേ. പൈസ പറയുമ്പോൾ എനിക്ക് ഒരുപാട് പൈസ കിട്ടട്ടെ എന്നല്ല, എനിക്ക് രോഗം മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ രോഗം എഴുതണ്ട, സമ്പൂർണ്ണ ആരോഗ്യത്തിൽ എഴുതിയാൽ മതി. അതേസമയം എനിക്ക് ക്യാഷാണ് വേണ്ടതെങ്കിൽ ഇത്ര ക്യാഷ് എന്ന് എഴുതണം. അതല്ല ജോലിയായിരുന്നു വേണ്ടതെങ്കിൽ ഇന്ന ജോലി എന്ന് എഴുതണം. എന്താണോ നിങ്ങളുടെ ഡ്രീം അതിന് ചുരുങ്ങിയ വാക്കുകളിൽ ഇത് നടന്നു കിട്ടി, താങ്ക് യു റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ 9 തവണ ഓരോ പ്രാവശ്യവും ആ പേപ്പറിൽ എഴുതും. പിന്നെ അത് വിഷ്വൽ ചെയ്ത് ആനന്ദിച്ച് എഴുതണം. മെഡിറ്റേഷൻ എല്ലാ തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട. അരമണിക്കൂർ മെഡിറ്റേഷന് ശേഷം ഇത് 9 തവണ എഴുതണം.
റൗണ്ട് ചെയ്യണം, എഴുതണം, റൗണ്ട് ചെയ്യണം. അങ്ങനെ 9 തവണ കഴിഞ്ഞ ശേഷം ഈ 9 പേപ്പറിനും കയ്യിൽ പിടിച്ചുകൊണ്ട് എനിക്ക് ഈ കാര്യം ഇത്ര ഈസിയാക്കി നടത്തി തന്നതിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് നന്ദി പറഞ്ഞ് നമ്മുടെ മനസ്സ് ആ നന്ദി കൊണ്ടങ്ങ് നിറഞ്ഞൊഴുകട്ടെ. ഒരു പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊഴുകിയാലും കുഴപ്പമില്ല. ആനന്ദത്തിൻ്റെ ലോകത്ത് നിർവൃതിയിൽ കുറച്ച് സമയം ഇരിക്കുക. അത് കഴിഞ്ഞ ശേഷം വേറൊരു നൂലെടുത്തിട്ട് ഒന്നും വന്ന് മാല പോലെ ഈ 9 എണ്ണത്തിന് കെട്ടി തൂക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ പെരുമാറുന്നതായിരിക്കുന്ന വീട്ടിലെ സ്ഥലം ഏതാണോ അവിടെ ഇതിനെ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കണം. നിങ്ങൾ കാണുമ്പോൾ മുഴുവൻ 9 നോക്കുക. 1, 2, 3, 4. ഇപ്പം ഞാൻ അതിലെ പാസ് ചെയ്യാണ്, ഇവിടെ തൂങ്ങിക്കിടക്കുകയാണ്. ഓ താങ്ക് യു 9 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞിട്ട് നടത്തി തന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദിവസത്തിൽ എത്ര കൂടുതൽ തവണ നിങ്ങളത് കാണുന്നുണ്ടോ അത്രയും വേഗത്തിൽ നമ്മുടെ അടുത്തേക്ക് അത് അട്രാക്റ്റ് ചെയ്ത് വരും. ഇത് 9 ദിവസം അത് തൂങ്ങിക്കിടക്കണം. അത് കഴിഞ്ഞ് 10ാമത്തെ ദിവസം നിങ്ങളതിനെടുത്തിട്ട് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ കടയ്ക്ക് നിങ്ങളതിനെ നനയ്ക്കുന്ന ചെടിയുടെ കടയ്ക്ക് കേട്ടോ, പ്രത്യേകിച്ച് പറയുകയാണ്, നനവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നനയ്ക്കുന്ന മരമാണെങ്കിലോ തെങ്ങിൻ്റെ കടക്കിലാണെങ്കിലോ നനവുള്ള സ്ഥലത്ത് അതിനെ കൊണ്ടുപോയി നിങ്ങൾ കുഴിച്ചിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ച് അതിനെ കത്തിച്ചിട്ട് ആ ചാരത്തിന് വെള്ളത്തിൽ കലക്കിയിട്ട് ഏതെങ്കിലും ചെടിയുടെ കടയ്ക്ക് കൊണ്ടൊഴിക്കാം. ഏതെങ്കിലും രീതിയിൽ മീൻസ് നമ്മൾ ചെയ്തതായിരിക്കുന്ന ആ കാര്യം ഉപയോഗിച്ചതായിരിക്കുന്ന വസ്തുവിനെ അത് പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഫ്രീഡം അത് കിട്ടി നടന്നു കഴിഞ്ഞു എന്നറിയാം. മനസ്സിനും ആ ഒരു കർമ്മത്തിനും അവിടെ നമ്മൾ വിരാമിടുകയാണ്. മനസ്സ് ഒരു കാര്യം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കണ്ണൂർക്ക് പോവുകയാണെങ്കിൽ കണ്ണൂർ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു ഇരുന്നു. കണ്ണൂർ എത്തും വരെയുള്ളതായിട്ട് 2-3 മണിക്കൂർ സമയം റിലാക്സ്ഡ് ചെയ്തിട്ട് ഒന്നുകിൽ ഉറങ്ങാം, അല്ലെങ്കിൽ വല്ലതും വായിക്കുക, അല്ലെങ്കിൽ വഴിയോര കാഴ്ച ആസ്വദിച്ചിരിക്കല്ലേ ഉള്ളൂ. കണ്ണൂരെത്തിയോ നമ്മൾ നോക്കാറില്ലല്ലോ. അതേപോലെ നമ്മുടെ ലൈഫിൽ ആ ഒരു ഡ്രീമിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിന് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. ഈശ്വരനോട് നമ്മുടെ മനസ്സിലാശയം പറഞ്ഞു കഴിഞ്ഞു. അതിനെ മനസ്സിന് ഡിറ്റാച്ച്ഡ് ആക്കിക്കൊണ്ട് നിങ്ങളത് നടന്നു എനിക്ക് വളരെ വേഗം എത്തുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഡെയിലി നിങ്ങൾ ഓർമ്മിക്കുന്ന ദിവസം ഒരു പ്രാവശ്യമെങ്കിലും രാത്രിയും രാവിലെ ഓർമ്മിക്കുക. ബാക്കിയുള്ള സമയത്ത് റിലാക്സ്ഡ് ആയിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ശ്രദ്ധിക്കണം, മനസ്സിൽ നെഗറ്റീവായിരിക്കുന്ന ഒരു ദിവസം ചെയ്തു, 2ാമത്തെ ദിവസം ചെയ്തു, 9 ദിവസം കഴിഞ്ഞിട്ട് 10ാമത്തെ ദിവസം എനിക്ക് അതൊരു മാജിക്കായിട്ട് വന്നൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കരുത്, നെഗറ്റീവായി ചിന്തിക്കരുത്. കുറച്ചെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരാൻ തുടങ്ങും. നമ്മൾ ആ ഒരു വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് ഉണ്ടാകുന്ന കൊച്ചു പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ഒരുപാട് നന്ദി പറയുകയും ചെയ്തോളൂ. വളരെ വേഗം നിങ്ങളുടെ ഡ്രീം നടന്നു കിട്ടും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ ആകർഷിക്കാനുള്ളൊരു വിധമായി മാറട്ടെ. നിങ്ങളെല്ലാ ഡ്രീമുകളും വളരെ വേഗം നടക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.